نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم والأنعام خلقها لكم فيها دفء ومنافع ومنها تأكلون ولكم فيها جمال حين تريحون وحين تسرحون وتحمل أثقالكم إلى بلد لم تكونوا بالغيه إلا بشق الأنفس إن ربكم لرؤوف رحيم صدق الله العظيم لا حول ولا قوة إلا بالله. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ എല്ലാ നിയമനിർദ്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുസരിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നും അള്ളാഹു വിലക്കിയ വിരോധിച്ച കാര്യങ്ങളെ പൂർണ്ണമായും ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തി മുത്തഖീങ്ങളായ ജീവിതം നയിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് നിശ്ചയിച്ച നമ്മുടെ ആയുസ് അത് ഏത് നിമിഷവും അവസാനിക്കാം എന്നുള്ള ഒരു ചിന്ത നമ്മെ എപ്പോഴും നയിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി ആളുകൾ യാത്ര തിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. നമ്മുടെ നാട്ടിൽ വേനൽ അവധിക്കാലമായതുകൊണ്ട് ധാരാളം ആളുകൾ വിവിധ തരത്തിലുള്ള യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. യാത്ര എന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് നമുക്കറിയാം. ഒരർത്ഥത്തിൽ മനുഷ്യൻ മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് ഈ ഭൂമുഖത്ത് പിറന്നത് മുതൽ അവൻ്റെ മരണം വരെയും അവൻ യാത്ര നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യാത്രയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വിശ്വാസികൾ എപ്പോഴും ഓർത്തു വെക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സത്യം. നമ്മൾ നല്ല കാര്യങ്ങൾക്കും അല്ലാത്തതിനും ചിലപ്പോൾ യാത്ര ചെയ്യും. നമ്മുടെ യാത്ര നല്ല ലക്ഷ്യത്തിനാണെങ്കിൽ അതൊരു നല്ല യാത്രയാണ്. ഒരു ചീത്ത ലക്ഷ്യമാണ് നമ്മുടെ യാത്രയിലൂടെ നമുക്ക് നേടാനുള്ളതെങ്കിൽ ആ യാത്ര ചീത്ത യാത്ര അല്ലെങ്കിൽ അതൊരു മോശമായ യാത്രയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നല്ല യാത്രകൾ തന്നെയാണ് അവൻ നടത്തേണ്ടത്.
നിർബന്ധമായും അവൻ യാത്ര ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഹജ്ജ് പോലെയുള്ള കാര്യങ്ങൾക്ക് അവൻ നിർബന്ധമായും യാത്ര ചെയ്തേ അവന് ആ കർമ്മം നിർവഹിക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ വളരെ പുണ്യകരമായ പല യാത്രകളും ഉണ്ടാകാം. അല്ലാഹുവിന്റെ പ്രവാചകൻ നിർദ്ദേശിച്ചതുപോലെയുള്ള പല യാത്രകൾ. ഇപ്പൊ 3 പള്ളികളിലേക്ക്, ലോകത്തെ 3 പള്ളികളിലേക്ക് തീർത്ഥാടനം നടത്താൻ അല്ലെങ്കിൽ ഒരു പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട്. അത് മക്കയിലെ മസ്ജിദുൽ ഹറാമും മദീനയിലെ മസ്ജിദുൽ നബവിയും പിന്നെ ബൈത്തുൽ മുഖദ്ദസിലെ ജെറൂസലമിലെ ബൈത്തുൽ മുഖദ്ദസ് മസ്ജിദിലേക്കുമാണ്. ബാക്കി എല്ലാ പള്ളികളും അതെന്ത് പേരിൽ പറഞ്ഞാലും ഇസ്ലാമിന്റെ ഭാഷയിൽ സമമാണ്. അപ്പൊ പുണ്യം ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു തീർത്ഥയാത്ര ഇസ്ലാമിൽ അനുവദിക്കപ്പെടുന്നത് ഈ 3 പള്ളികളിലേക്ക് മാത്രമാണ്. ഏത് തന്നെ യാത്രകളാണെങ്കിലും ഇപ്പോ അറിവ് തേടിക്കൊണ്ടുള്ള യാത്രയാവും, അതൊക്കെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജീവിതത്തിൽ അന്നം നേടുന്നതിന് വേണ്ടി മനുഷ്യന് യാത്ര ചെയ്യേണ്ടതുണ്ട്. അത് ഇസ്ലാം അനുവദിച്ചതാണ്. ഏതൊരു യാത്രയും നല്ലൊരു ലക്ഷ്യത്തിന് വേണ്ടി നിർവഹിക്കുന്നുവെങ്കിൽ അതൊരു പുണ്യകരമായ യാത്രയായി തീരും. ആ യാത്രയെ പുണ്യ യാത്രയാക്കുന്നത് അവന്റെ നിയ്യത്താണ്, അവന്റെ ലക്ഷ്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹു മനുഷ്യനെ യാത്രയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആദ്യമായി അള്ളാഹു മനുഷ്യന് നൽകിയ വാഹനം എന്ന അനുഗ്രഹത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ചക്രങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ചക്രങ്ങൾ കൊണ്ടുള്ള വാഹനങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മനുഷ്യൻ യാത്ര ചെയ്തിരുന്നു. അന്ന് മൃഗങ്ങളായിരുന്നു മനുഷ്യന്റെ യാത്രാവാഹനം. വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്, വൽ അൻആമ ഖലഖഹ ലക്കും. മൃഗങ്ങളെ, നാൽക്കാലികളെ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്നിട്ടുണ്ട്. ഫിഹാ ദിഫ്ഉൻ, തണുപ്പ് പ്രദേശങ്ങളിൽ കഠിനമായ തണുപ്പിൽ നിന്ന് നിങ്ങൾക്ക് ചൂട് ലഭിക്കുന്നതിന് ആ മൃഗങ്ങളുടെ രോമങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന വസ്ത്രങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ മനാഫിയോ വേറെയും ഒരുപാട് പ്രയോജനങ്ങൾ ആ മൃഗങ്ങളിലുണ്ട്. അപ്പൊ മിൻഹാത്തഹ്കുലുൻ, ആ മൃഗങ്ങളെ അറുത്തതിന്റെ മാംസം നിങ്ങൾക്ക് ഭക്ഷണമായി ഉപയോഗിക്കാവുന്നതുമാണ്. വലക്കും ഫിഹാ ജമാലുൻ ഹീന തുരീഹൂന വഹീന തുസ്റഹൂൻ. നിങ്ങൾ രാവിലെയും വൈകുന്നേരവും ഒക്കെ നിങ്ങൾ വളർത്തുന്ന മൃഗങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്കൊരു ആനന്ദം അല്ലെങ്കിൽ ഒരു സംതൃപ്തി ലഭിക്കും. അതൊരാനന്ദമാണ്. മാത്രമല്ല ആ മൃഗങ്ങൾ വളരെ ക്ലേശിച്ചു കൊണ്ടല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാരങ്ങൾ എത്തിക്കാൻ കഴിയാത്ത സ്ഥലത്തേക്ക് ആ മൃഗങ്ങൾ, അല്ലെങ്കിൽ ആ മൃഗങ്ങളുടെ പുറത്ത്, അല്ലെങ്കിൽ ആ മൃഗങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ചരക്കുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ വസ്തുക്കളെ നിങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഇന്ന റബ്ബക്കും ലറഊഫുർ റഹീം, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് കാരുണ്യമുള്ളവരാണ്, അങ്ങേയറ്റം വാത്സല്യമുള്ളവരാണ്. മൃഗങ്ങളെ വാഹനമായും അതുപോലെ തന്നെ ചരക്ക് കടത്തിനും ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അള്ളാഹു വീണ്ടും പറഞ്ഞു, വൽ ഖൈല, കുതിരയെ നിങ്ങൾക്ക് അവൻ കീഴ്പ്പെടുത്തി തന്നു, വൽ ബിഗാല, കോവർ കഴുതകളെയും, വൽ ഹമീറ, കഴുതകളെയും ഒക്കെ, ലിത്തഹ്മിലുഹ, നിങ്ങൾക്ക് നിങ്ങൾക്ക് അവയുടെ പുറത്ത് യാത്ര ചെയ്യാം, വസീനത്തൻ, എന്ന് മാത്രമല്ല അത് നിങ്ങൾക്കൊരു അലങ്കാരമാണ്. ഒരു വാഹനം, ഒരു വീട്ടിലുണ്ടാകുന്നത് ഒരു അലങ്കാരമായിട്ടാണല്ലോ ഇന്നും നമ്മൾ കാണുന്നത്. ഏതൊരു പാവപ്പെട്ടവനും ഒരു വീടുണ്ടാക്കുമ്പോൾ ഒരു കാർ പോർച്ച് നിർമ്മിക്കും. കാറില്ലെങ്കിലും ഉണ്ടാകുമ്പോൾ അവിടെ ഒരു കാർ കൊണ്ടുവന്ന് നിർത്തുന്നത് അതൊരു അലങ്കാരമാണ്. ഇതുപോലെയായിരുന്നു മുമ്പ് ഒരു വാഹനമായിട്ടോ അല്ലാതെയോ ഒരു മൃഗത്തെ വീട്ടിൽ ഉപയോഗിക്കുന്നുവെങ്കിൽ അതൊരു അലങ്കാരമായിരുന്നു, കുതിരയെ പോലെയുള്ള വാഹനങ്ങൾ പ്രത്യേകിച്ച്. എന്നിട്ട് അവസാനം ഖുർആൻ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്, വയഖ്ലുഖു, ഇനിയും ഒരുപാട് വാഹനങ്ങൾ അവൻ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തരും, മാലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത. ഇതിറങ്ങുന്ന കാലഘട്ടത്ത് ഇന്നത്തെ ആധുനിക വാഹനങ്ങളൊന്നും ലോകത്തിന്റെ മുമ്പിലില്ല.
പക്ഷേ അത്തരം വാഹനങ്ങൾ ഉണ്ടാകുമെന്നറിയുന്ന റബ്ബ് പറഞ്ഞു, ഇതല്ല, ഈ വാഹനങ്ങൾ മാത്രമല്ല, വയഹ്ലുക്കുമാലാത്തഅലമു, നിങ്ങൾക്കറിയാത്ത ഒരുപാട് വാഹനങ്ങളെ അവൻ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നുകൊണ്ടിരിക്കും എന്നാണ്. നമുക്കറിയാത്ത വാഹനങ്ങൾ ഇനിയും ഒരു പക്ഷെ കടന്നു വരാം. നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത വേഗതയിലുള്ള വാഹനങ്ങളിലേക്ക് ഇനിയും ലോകം കടന്നു പോകാം. 2 തലമുറക്കപ്പുറത്ത് ആലോചിക്കാൻ കഴിയാത്ത പലതും ഇന്ന് യാഥാർത്ഥ്യമാണല്ലോ നമ്മുടെ മുമ്പിൽ. ഇതാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. ഏതായാലും ഈ വാഹനങ്ങൾ ഉപയോഗിച്ചും അല്ലാതെയുമൊക്കെ മനുഷ്യൻ യാത്ര ചെയ്യുന്ന സമയത്ത് അവൻ ശ്രദ്ധിക്കേണ്ടുന്ന, അല്ലെങ്കിൽ അവൻ ചിന്തിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ കൂടി ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്തിനാണ് യാത്ര? അത് അറിവ് നേടാൻ ആണ് ഒന്ന്. അതുപോലെ തന്നെ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, കഅയ്യിൻ മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമൊക്കെ എത്രയെത്ര തെളിവുകളാണ് നിറഞ്ഞു നിൽക്കുന്നത്. യമറുന അലൈഹ, അതിന് മുകളിലൂടെയാണ് അവരിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ വഹും അൻഹാ മുഅ്രിദൂൻ, അവർ അതിനെ അവഗണിച്ചു പോവുകയാണ്. എന്തെല്ലാം ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. പല യാത്രകളിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ. ഇതിൽ നിന്നൊക്കെ പഠിക്കേണ്ടുന്ന പാഠങ്ങൾ പഠിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ് ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത്. യാത്ര ആനന്ദത്തിനും അല്ലെങ്കിൽ ആശ്വാസത്തിനും അറിവിനുമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ഒരു വലിയ യാത്രയുണ്ട്, പ്രവാചകന്റെ ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത്. ആ യാത്രക്കൊരു സന്ദർഭം കൂടിയുണ്ട് എന്നതാണ് ചരിത്രം. പ്രവാചകനെ ഏറ്റവും കൂടുതൽ മാനസികമായി തകർന്ന ഒരു കാലഘട്ടമായിരുന്നു ആമുൽ ഹുസ്ൻ എന്നറിയപ്പെടുന്ന ഒരു വർഷം. പ്രവാചകന്റെ പത്നി ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടത്, പ്രവാചകന് താങ്ങും തണലുമായിരുന്ന അബൂ താലിബ് മരണപ്പെട്ട വർഷം, പ്രവാചകൻ തന്നെ സംരക്ഷിക്കാനും തന്നെ ഏറ്റെടുക്കാനും തന്റെ അമ്മാമന്മാരുടെ കുടുംബം ഉണ്ടാകുമെന്ന് കരുതി തായിഫിലേക്ക് പോയ വർഷം. പക്ഷെ അവിടുന്നും ഒരു സപ്പോർട്ടും കിട്ടിയില്ല. അവിടുന്ന് മർദ്ദനമാണ് പ്രവാചകനെ ഏൽക്കേണ്ടി വന്നത്. പ്രവാചകൻ തളർന്നിരുന്ന അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പടച്ചവനെ, ആരിലേക്കാണ് നീ എന്നെ ഏൽപ്പിക്കുന്നത്? നീ എന്നോട് കോപിക്കാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് പ്രവാചകന്റെ ഹൃദയസ്പൃക്കായ പ്രാർത്ഥനയുണ്ട്. ആ സന്ദർഭത്തിലാണ് അള്ളാഹു പ്രവാചകനെ കൊണ്ടൊരു വലിയ യാത്ര നടത്തിക്കുന്നത്. ഇസ്രാഉം മിഅ്റാജിന്റെയും ആ പശ്ചാത്തലത്തിലാണ് പ്രവാചകന്റെ യാത്ര ഉണ്ടാകുന്നത്. 2 ലക്ഷ്യമായിരുന്നു. ഒന്ന് പ്രവാചകന് ആ യാത്ര വലിയൊരു ആശ്വാസം നൽകി എന്നുള്ളതാണ്. മറ്റൊന്ന്, പ്രവാചകൻ അള്ളാഹു വരാനിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് നേർക്ക് നേരെ പകർന്നു നൽകി എന്നുള്ളതാണ്. അപ്പൊ യാത്ര ആശ്വാസമായിരിക്കണം, അതോടൊപ്പം അറിവ് പകരുന്നതുമായിരിക്കണം എന്നുള്ള ഒരു സന്ദേശം അള്ളാഹു ആ യാത്രയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കരയിലൂടെയും കടലിലൂടെയും വായുവിലൂടെയും ഒക്കെയാണ് മനുഷ്യൻ യാത്ര ചെയ്യുക. ഏത് യാത്രയിൽ എങ്ങനെ പുറപ്പെടുമ്പോഴും അവന് തൻ്റെ സിദ്ധാവിനെ കുറിച്ചുള്ളൊരു ബോധമുണ്ടായിരിക്കണം. അതുകൊണ്ടൊരു യാത്ര തുടങ്ങുമ്പോൾ അത് ചെറിയ യാത്രയാകട്ടെ വലിയതാകട്ടെ, വീട്ടിൽ നിന്ന് ഓഫീസിലേക്കുള്ളതാകട്ടെ പള്ളിയിലേക്കുള്ളതാകട്ടെ, ഏത് യാത്രയിലും അവൻ അള്ളാഹുവിൽ പരമേൽപ്പിച്ചുകൊണ്ടാണ് യാത്ര തുടങ്ങേണ്ടത്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവേ, നിന്നിൽ ഞാൻ എല്ലാം ഏൽപ്പിക്കുന്നു. എൻ്റെ നിയന്ത്രണത്തിലല്ല പല കാര്യങ്ങളും. ഞാൻ എത്ര ശ്രദ്ധിച്ചാലും എൻ്റെ എതിരെ വരുന്നവന്റെ അശ്രദ്ധ പലപ്പോഴും അപകടമുണ്ടാക്കാം. എല്ലാം ശരിയാണെങ്കിലും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാരണങ്ങൾ കൊണ്ട് പലതും സംഭവിക്കാൻ. അതുകൊണ്ട് റബ്ബേ, ഞാൻ നിന്നെ ഏൽപ്പിച്ചാണ്, എന്നെ ഞാൻ പൂർണ്ണമായും ഏൽപ്പിക്കുന്നത് നിന്നെയാണ്. തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഒരു ശക്തിയും കഴിവും അല്ലാഹുവേ നിന്നെ കൊണ്ടല്ലാതെ, നിനക്കല്ലാതെ ഇല്ല എന്ന് പറഞ്ഞൊരാൾ യാത്ര തുടങ്ങിയാൽ, വീട്ടിൽ നിന്നിറങ്ങിയാൽ, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഫഇന്നഹു യുഖാലു ലഹു, മലക്കുകൾ അവനോട് പറയുന്ന ഒരു വാചകമുണ്ട്, കുഫീത, നിനക്ക് മതി, നിനക്ക് നീ ചെയ്യേണ്ടത് നീ ചെയ്തിട്ടുണ്ട്. വബുഖീത, നീ സംരക്ഷിക്കപ്പെടുന്നതാണ്. പിശാച് നിന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് എന്ന് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് യാത്ര ഇറങ്ങിയവനോട് മലക്കുകൾ പറയുമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു. വല്ലദീ
ഖലഖൽ അസ്വാജ കുല്ലഹാ വജഅല ലക്കും മിനൽ ഫുൽകി വൽ അൻആമി മാ തർകബൂൻ. അള്ളാഹു മനുഷ്യന് നൽകിയ അനുഗ്രഹം പറഞ്ഞെടുത്ത് പറഞ്ഞു, കടലിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ അള്ളാഹു കപ്പൽ സൃഷ്ടിച്ചു തന്നിട്ടുണ്ട്. കപ്പൽ പണ്ട് കാലത്ത് തന്നെ പായക്കപ്പലായും അല്ലാതെയും ആളുകൾ കടൽ യാത്ര നടത്താൻ അവർ കപ്പലിനെ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള അന്നത്തെ കപ്പലുകൾ ഉപയോഗപ്പെടുത്തിയിരുന്നു. അതേ സമയത്ത് കരയിലൂടെ യാത്ര ചെയ്യാനുള്ളത് അന്ന് മൃഗങ്ങൾ മാത്രമായിരുന്നു. ലിത്തസ്തവു അലാ ളുഹൂരിഹി, ആ മൃഗങ്ങളുടെ പുറത്ത് കയറി ഇരുന്നു കൊണ്ടായിരുന്നു അവർ യാത്ര ചെയ്തിരുന്നത്. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ സുമ്മ തദ്കുറൂനി അമത്ത റബ്ബിക്കും ഇദസ്തവയത്തും അലൈഹി, ആ വാഹനത്തിന്റെ പുറത്ത് കയറിയിരുന്നാൽ നിങ്ങൾക്ക് റബ്ബ് നൽകിയ ആ നിഅമത്ത് നിങ്ങൾ മറക്കരുത്, അത് നിങ്ങൾ ഓർക്കണം. തഖൂലു, നിങ്ങൾ ഇങ്ങനെ പറയുകയും വേണം. വാഹനത്തിൽ കയറിയിരുന്നാൽ, അത് വാഹനപ്പുറത്താണെങ്കിലും ഇന്നത്തെ ആധുനിക വാഹനത്തിൽ സീറ്റിൽ കയറി ഇരുന്ന് യാത്ര തുടങ്ങുമ്പോൾ ഇങ്ങനെ കൂടി പ്രാർത്ഥിക്കണമെന്ന് ഖുർആൻ പറയുന്നു. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ, ഈ വാഹനത്തെ ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്ന അല്ലാഹുവേ, നീ ഏറെ പരിശുദ്ധനാണ്. നാൽക്കാലിയായൊരു മൃഗം, ആ മൃഗം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് യാത്ര ചെയ്യാൻ നമുക്ക് കീഴ് ഒതുങ്ങി തരുന്നുണ്ട്. റബ്ബാണ് അതിനെ നമുക്ക് കീഴ്പ്പെടുത്തി തന്നത്. വായുവിലൂടെയാണ് വിമാനത്തിൽ നാം സഞ്ചരിക്കുന്നത്. ഒട്ടേറെ ആളുകളുമായിട്ടാണ് ഇരുചക്രവാഹനങ്ങളും അതുപോലെയുള്ള മറ്റെല്ലാ മോട്ടോർ വാഹനങ്ങളും സഞ്ചരിക്കുന്നത്. അതിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം നാം കഴിയുന്ന രീതിയിൽ എല്ലാ സംവിധാനങ്ങളും നാം ഒരുക്കിയിട്ടുണ്ടെങ്കിലും ശ്രദ്ധിച്ചാലും പൂർണ്ണമായ നിയന്ത്രണം അത് റബ്ബിന്റെ കയ്യിലാണ് എന്നൊരു ബോധം നമുക്കുണ്ടാവണം. അതുകൊണ്ട് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ, ഈ വാഹനത്തെ ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്ന നാഥ, നീ ഏറെ പരിശുദ്ധനാണ്. വമാ കുന്നാ ലഹു മുഖ്രിനീൻ, ഇതിനെ കീഴ്പ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, ഇനി ഞങ്ങൾ തിരിച്ചു പോകേണ്ടതും ഞങ്ങളുടെ റബ്ബിലേക്ക് തന്നെയാണ് എന്നുള്ള ഒരു പ്രാർത്ഥനയും വാഹനത്തിൽ കയറിയാൽ പ്രവാചകൻ നിർവഹിക്കാറുണ്ട്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഇത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞ പ്രാർത്ഥനയാണ്. അതിനുശേഷം അതിന്റെ തുടർച്ചയായി പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് ആ പ്രാർത്ഥനയുടെ ഒരു വിശദരൂപം. പ്രവാചകൻ യാത്ര ചെയ്യുമ്പോൾ വാഹനത്തിൽ കയറിയാൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് 3 പ്രാവശ്യം പറയുകയും സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്നുള്ള പ്രാർത്ഥനയും അതോടൊപ്പം അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദാ, റബ്ബേ, ഈ യാത്രയിൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു അൽ ബിർറ വത്തഖ്വ, എല്ലാ തരത്തിലുള്ള നന്മയും സൂക്ഷ്മതയും നിന്നോട് ഞാൻ ചോദിക്കുന്നു. യാത്ര എന്ന് പറഞ്ഞാൽ ചിലർക്കെങ്കിലും കൂത്താടാനുള്ള അല്ലെങ്കിൽ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കാനുള്ള ഒരു പെർമിഷനാണ് എന്ന് കരുതുന്ന ചിലരെങ്കിലുമുണ്ട്. അല്ല, അല്ലാഹുവേ, ഈ യാത്രയിൽ ഞാൻ നിന്നോട് ചോദിക്കുന്നത് സൂക്ഷ്മതയാണ്, തെക്കുവയാണ്, നന്മയാണ്. വമിനൽ അമലി മാത്രമല്ല, നീ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ എൻ്റെ യാത്രയിൽ ഉണ്ടാകണം, അത് ചെയ്യാൻ എനിക്ക് നീ തൗഫീക്ക് തരണമെന്നാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്. പലപ്പോഴും അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ പോലും യാത്രയിൽ അനുവദിക്കാമെന്ന് തീരുമാനിച്ചവരാണ് പലരും. തണുപ്പുള്ള പ്രദേശങ്ങളിൽ ചെന്നാൽ തണുപ്പകറ്റാൻ, അവിടെ ശരീരത്തെ ചൂടാക്കുന്ന അള്ളാഹു വിലക്കിയ പലതും ആവാമെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ അല്ലെങ്കിൽ ഒരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. യാത്രയല്ലേ, കുറച്ചൊക്കെ ആവാം, തണുപ്പല്ലേ, ഒന്ന് ചൂടാക്കാം എന്നൊക്കെ ചിന്തിച്ച് ആ കമ്പനികളാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ലഹരിയുടെയും അതുപോലെ തന്നെ മദ്യത്തിന്റെയും ഒക്കെ ആദ്യത്തെ നുണയാൻ അവസരം സൃഷ്ടിക്കുന്നതും പിന്നീട് അതിന്റെ അടിമകളാക്കാൻ മാറ്റുന്നതും. വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന, അല്ലാഹുവേ, നീ തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ എൻ്റെ യാത്രയിൽ ചെയ്യാൻ അതിനുള്ള തൗഫീക്ക് ഞാൻ നിന്നോട് ചോദിക്കുന്നു. വമിനൽ അമലി മാത്രമല്ല, പിന്നെ ആ പ്രാർത്ഥന അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറന, റബ്ബേ, ഞങ്ങളുടെ ഈ യാത്ര നീ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ. വത്വി അന്നാ ബുഅദഹു, അതിന്റെ ദൂരം നീ ഞങ്ങൾക്ക് കുറച്ചു തരണേ, ഞങ്ങൾക്ക് കുറഞ്ഞ ദൂരമായി തോന്നിപ്പിക്കണം. അതുപോലെ തന്നെ അല്ലാഹുമ്മ അന്ത സ്വാഹിബു ഫിസ്സഫർ,
അള്ളാഹുവേ നീയാണ് യാത്രയിലെ ഞങ്ങളുടെ കൂട്ടുകാരൻ. വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ, ഞങ്ങൾ ഞങ്ങളുടെ വീട് വിട്ട് യാത്ര പോന്നവരാണ്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ പ്രതിനിധിയായിട്ടുള്ളത് റബ്ബേ നീയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസാഇ സഫർ, യാത്രയിലെ എല്ലാ ദുർഘടങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പ്രയാസങ്ങളിൽ നിന്നും, പലതും യാത്രയിൽ സംഭവിക്കാം, യാത്രയിലെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസാഇ സഫർ വകആബത്തിൽ മൻളർ, വളരെ വേദനാജനകമായ കാഴ്ചകൾ യാത്രയിൽ വെച്ചെങ്ങാനും കാണേണ്ടി വരാതിരിക്കാൻ അല്ലെങ്കിൽ കാണുന്നതിൽ നിന്ന് റബ്ബേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. വസൂഇൽ മുൻഖലബി ഫിൽ മാലി വൽ അഹ്ൽ, ശരീരത്തിലും കുടുംബത്തിലും സ്വത്തിലുമൊക്കെ ഒരു ചീത്ത പര്യവസാനം കടന്നു വരാതിരിക്കാൻ റബ്ബേ നിന്നോട് ഞാൻ ആവശ്യപ്പെടുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ അപേക്ഷിക്കുന്നു എന്നുള്ള അതിമഹത്തായ ഒരു പ്രാർത്ഥന. എത്ര മാത്രം ഹൃദ്യമായ അല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട, പ്രാർത്ഥിച്ചിരിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് നാം ഓർക്കുക. വലിയ വലിയ യാത്രകളിൽ വലിയ കുന്നുകളും കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ ഇറങ്ങേണ്ടി വരും. പ്രവാചകൻ വലിയ യാത്രയിൽ കയറ്റം കയറുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലിയിരുന്നു, അള്ളാഹുവിനെ വാഴ്ത്തിയിരുന്നു. അള്ളാഹുവാണ് വലിയവൻ. വലിയ ഇറക്കങ്ങൾ ഇറങ്ങുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, അള്ളാഹുവെ നീ പരിശുദ്ധനാണ് എന്ന് അള്ളാഹുവിന്റെ മഹത്വത്തെ പ്രകീർത്തിച്ചിരുന്നു. അപ്പൊ യാത്ര ഇതുകൂടി ഉൾക്കൊള്ളുന്നതായിരിക്കണം, അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ളതായിരിക്കരുത് എന്നാണ് ഇവിടെ അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നത്. യാത്രയിൽ ഏതൊരു യാത്രയാണെങ്കിലും നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നാം ഒരു ദീർഘയാത്രയൊക്കെ നടത്തുന്ന സമയത്ത് അത് വേണ്ടപ്പെട്ടവരോടൊക്കെ യാത്ര പറഞ്ഞു തന്നെ അത് നിർവഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും പുണ്യകരമായ വസ്തുത. എന്തെങ്കിലുമൊക്കെ ബാധ്യതകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഏൽപ്പിച്ച്, അതല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളൊക്കെ കടങ്ങളൊക്കെ വീട്ടിയിട്ട് തന്നെ യാത്ര നടത്തുക എന്നുള്ളതാണ് തീർച്ചയായും ഒരു യഥാർത്ഥ യാത്രക്കാരൻ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. സ്ത്രീകളാണെങ്കിൽ അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഒരു ബന്ധുവിന്റെ കൂടെ ആയിരിക്കണം, അവരുടെ അടുത്ത രക്തബന്ധുവിന്റെ കൂടെ ആയിരിക്കണം അവരുടെ യാത്ര എന്ന് പ്രവാചകൻ പ്രത്യേകം പറഞ്ഞത് കാണാൻ കഴിയും. കഴിയുന്നതും ഒറ്റക്കോ അല്ലെങ്കിൽ രണ്ടാൾ മാത്രമായോ യാത്ര ചെയ്യാതെ ചുരുങ്ങിയതൊരു 3 അംഗ സംഘമായിട്ടെങ്കിലും ഒരു ദീർഘയാത്ര നടത്തുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പ്രവാചകൻ പറഞ്ഞത് കാണാൻ കഴിയും. വസ്സലാസത്തു റക്ബുൻ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സംഘമായി യാത്ര ചെയ്യുന്ന സമയത്ത് ആ സംഘത്തിന് ഒരു നേതാവ് ഉണ്ടായിരിക്കണം, ഒരു അമീർ, ഒരു ലീഡർ. എല്ലാവരും ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞ് ആ യാത്ര പ്രയാസകരമാകാതിരിക്കാൻ അതിനൊരു ലീഡർ ഉണ്ടായിരിക്കണം, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ലീഡർ. ഒരു അമീറിനെ നിശ്ചയിച്ചു കൊണ്ടായിരിക്കണം ഒരു യാത്ര നടത്തേണ്ടത് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യാത്ര ചോദിക്കലും യാത്ര അയക്കലുമൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. യാത്ര പറയുന്ന ആൾ അള്ളാഹുവിനെ ഞാൻ ഏൽപ്പിക്കുകയാണ് എല്ലാം, അള്ളാഹുവിനെ ഏൽപ്പിച്ചാൽ അതൊന്നും നഷ്ടമാവില്ലല്ലോ എന്നുള്ള ഒരു പ്രാർത്ഥന നിർവഹിക്കും. യാത്ര അയക്കുമ്പോൾ നാം പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനെ ഞാൻ ഏൽപ്പിക്കുകയാണ് നിന്റെ ദീനിനെയും നിന്റെ പ്രവർത്തനത്തിന്റെ എല്ലാ അനന്തര ഫലങ്ങളെയും ഒക്കെ അള്ളാഹുവിനെ ഞാൻ ഏൽപ്പിക്കുകയാണ്, അഥവാ അള്ളാഹു നിന്നെ കാക്കട്ടെ എന്ന് യാത്ര അയക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയായിട്ട് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പരമാവധി നേരത്തെ ഒരു യാത്ര പുറപ്പെടുമ്പോൾ നേരത്തെ യാത്ര പുറപ്പെടുന്ന ഒരു ദിവസത്തിന്റെ ആദ്യ സമയത്ത് തന്നെ യാത്ര പുറപ്പെടുന്ന ഒരു ശീലം പ്രവാചകൻ ഉണ്ടായിരുന്നു. പ്രവാചകൻ എല്ലാ കാര്യങ്ങളും, ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പരമാവധി ഓരോ ദിവസത്തിൽ നേരത്തെ നിർവഹിക്കുക എന്നുള്ള ഒരു ശീലം പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫി ബുകൂരിഹ, അല്ലാഹുവേ എന്റെ സമൂഹം നേരത്തെ ചെയ്യുന്ന കാര്യങ്ങൾക്ക്, അതിരാവിലെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നീ പ്രത്യേക ബർക്കത്ത് നൽകണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാൻ പ്രവാചകൻ പഠിപ്പിച്ചതും നമുക്ക് കാണാൻ കഴിയും. യാത്ര എന്നത് എത്ര സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെതായ പ്രയാസങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഒരു തരം അദാബ് തന്നെയാണ് ശിക്ഷ തന്നെയാണ് യാത്ര.
കാരണം നമുക്ക് ഉറക്കം നഷ്ടപ്പെടാം, ഭക്ഷണവും വെള്ളവും ഒക്കെ സമയത്ത് കിട്ടിയില്ല എന്ന് വരാം. അതുകൊണ്ട് യാത്ര കഴിഞ്ഞാൽ നിങ്ങൾ വേഗം വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോരുക എന്നൊക്കെ പ്രവാചകൻ പറഞ്ഞതും നമുക്ക് കാണാൻ കഴിയും. ഏതായാലും യാത്ര എന്ന് പറയുന്നത് അത് അള്ളാഹുവിനെ മറക്കുന്നതായിരിക്കരുത്. അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കാൻ യാത്രയിലും നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് നാം ഓർക്കുക. റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദത്ത്. പ്രിയ സഹോദരി സഹോദരന്മാർ, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. യാത്രക്കാരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇബ്നു സബീൽ എന്നാണ്, വഴിയുടെ മക്കൾ എന്നാണ്. സക്കാത്തിന്റെ ഒരു വിഹിതം വഴിയിൽ കുടുങ്ങിയ യാത്രക്കാർക്ക് വേണമെങ്കിൽ നൽകാമെന്ന് വരെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് കാണാൻ കഴിയും. യാത്രക്കാർക്ക് ഇസ്ലാം ഒരുപാട് ഇളവുകൾ നൽകുന്നുണ്ട്. നോമ്പുകാരനാണെങ്കിൽ, യാത്രക്കാരനാണെങ്കിൽ നോമ്പ് അവന് എടുക്കേണ്ടതില്ല, പിന്നീട് അത് നോറ്റ് വീട്ടിയാൽ മതി. 4 റക്അത്തുള്ള നമസ്കാരം കസ്റാക്കി 2 റക്അത്ത് നമസ്കരിക്കാൻ യാത്രക്കാരന് അനുവാദമുണ്ട്. ജംഉം കസ്റുമായി നമസ്കരിക്കാൻ 2 നമസ്കാരങ്ങൾ ഒന്നിച്ച് ഒരു നമസ്കാരത്തിന്റെ സമയത്ത് നിർവഹിക്കാനുള്ള ജംഉം കസ്റും എന്ന അനുവാദം ഇസ്ലാമിലുണ്ട്. അപ്പൊ യാത്രക്ക് ഇസ്ലാം നൽകുന്ന വലിയൊരു പരിഗണനയാണ്. അതിനു പുറമെ പ്രവാചകൻ പറഞ്ഞൊരു കാര്യം, 3 ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു വേഗം സ്വീകരിക്കുമെന്ന്. സലാസു ദഅവാത്തിൻ മുസ്തജാബാത്ത്, 3 ആളുകളുടെ പ്രാർത്ഥന അത് ഉത്തരം ലഭിക്കുന്നതാണ്. ഒന്ന് ദഅവത്തുൽ മദ്ലൂം, മർദ്ദിതന്റെ പ്രാർത്ഥന. അന്യായമായി നാം മറ്റൊരാളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ, വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നമുക്കെതിരെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന റബ്ബ് വേഗം സ്വീകരിക്കും. മറ്റൊന്ന് ദഅവത്തുൽ മുസാഫിർ, ഒരു യാത്രക്കാരന്റെ, ഒരു മുസാഫിറിന്റെ പ്രാർത്ഥനയും അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കും. ദഅവത്തുൽ വാലിദി അലാ വലദി കുല്ലിഹി, ഒരു പിതാവ് തന്റെ മക്കൾക്ക് എതിരെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയുടെ മുന്നിലും യാതൊരു മറയുണ്ടായിരിക്കുകയില്ല, റബ്ബ് അത് സ്വീകരിക്കും. അതുകൊണ്ട് മക്കൾ ഒരിക്കലും മാതാപിതാക്കൾ തങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ച വചനത്തിന്റെ സന്ദേശം. ഇതിൽ ഒന്ന് യാത്രക്കാരന്റെ കാര്യമാണ് എന്ന് കൂടി നാം ഓർക്കുക. അപ്പോൾ യാത്ര എപ്പോഴും നമ്മുടെ വളരെ ശ്രദ്ധയോടുകൂടി നിർവഹിക്കേണ്ടതാണ്. നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നാം പൂർണ്ണമായും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിയമങ്ങൾ നാം പാലിക്കേണ്ടതുണ്ട്, അച്ചടക്കം നാം പാലിക്കേണ്ടതുണ്ട്. അതോടൊപ്പം റബ്ബിനോടുള്ള നമ്മുടെ ബന്ധം നിലനിർത്തിക്കൊണ്ടായിരിക്കണം നമ്മുടെ ഏത് യാത്രകൾ എന്നുകൂടി നാം ഓർക്കുക. റബ്ബ് നമ്മെ സഹായിക്കുമാറാവട്ടെ. എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും റബ്ബ് നമ്മെ ഏവരെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കും നീ സ്വർഗ്ഗം നൽകണമേ റബ്ബേ. അള്ളാഹുവെ, അവരെയും ഞങ്ങളെയും നാളെ നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒന്നിച്ചു ചേർക്കണേ റബ്ബേ. അള്ളാഹുവെ, വിവിധ പ്രദേശങ്ങളിൽ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്ക് നീ ആശ്വാസമേകണേ റബ്ബേ. അള്ളാഹുവെ, എല്ലാവിധ ആശങ്കകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ ഏവരെയും നീ കാത്ത് രക്ഷിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിയൽ ഹജാത്ത്. اللهم أجرنا من النار وأدخلنا الجنة يا أرحم الراحمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.